പരിയാരം മുടിക്കാനം നിവാസിയായ രാജീവ് ഗോപാലനും ഭാര്യ രജിതയും നിലവിൽ രോഗികളായി ചികിത്സയിലാണ്. രണ്ടുപേരുടെയും ചികിത്സാ ചിലവിനായി 5 ലക്ഷത്തോളം രൂപ ഇപ്പോൾ അത്യാവശ്യമായി വന്നിരിക്കുന്നു. കൂടാതെ മുൻ ചികിത്സകൾക്കായി കടമെടുത്തതുൾപ്പെടെ സാമ്പത്തിക ബാധ്യതയിലുമാണ് ഇവരുള്ളത്. സഹായിക്കാൻ മറ്റാരുമില്ലാതെ ഏറെ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഇവർ സുമനസ്സുകളായ വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം തേടുകയാണ്. പരിയാരം മുടിക്കാനം നിവാസിയായ രാജീവ് ഗോപാലനും രാജീവിന്റെ ഭാര്യ രജിതയും നിലവിൽ രോഗികളായി ചികിത്സയിലാണ്. മരം മുറിക്കാരനായിരുന്ന രാജീവ് 15 വർഷം മുൻപ് മരം മുറിക്കുന്നതിനിടയിൽ മരത്തിൽ നിന്ന് വീണ് കഴുത്തിന് താഴെ പൂർണ്ണമായും തളർന്നു പോകുകയും നിരവധി ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം അരയ്ക്ക് മുകളിലേക്കുള്ള ഭാഗത്തിന് ചലനശേഷി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് മുച്ചക്ര വാഹനത്തിന്റെ സഹായത്തോടെ പരിയാരം മെഡിക്കൽ കോളേജിന് സമീപം ലോട്ടറി ടിക്കറ്റ് വിൽപ്പന നടത്തുകയും അതോടൊപ്പം ഭാര്യ രജിത മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ജോലി ചെയ്യുകയും ചെയ്ത് ജീവിതം മുന്നോട്ടു പോയി. വിധിയുടെ വിളയാട്ടം എന്നു പറയുന്ന രീതിയിൽ തുടർച്ചയായി ഇരുന്നു ജോലി ചെയ്തത് മൂലം 2 കാലിന്റെയും തുടയുടെ പിൻഭാഗങ്ങളിൽ മുറിവുകൾ ഉണ്ടാകുകയും പല സർജറികൾ ചെയ്തിട്ടും മുറിവുണങ്ങാതെ വന്നതിനാൽ കൊറോണ കാലത്തിന് മുൻപ് പലരുടെയും സാമ്പത്തിക സഹായത്തോടെ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് രോഗത്തിന് താൽക്കാലിക ശമനം ലഭിച്ചെങ്കിലും പിന്നീട് വീണ്ടും പഴയതുപോലെ 2 ഭാഗത്തും മുറിവുകൾ ഉണ്ടാകുകയും കാലിന്റെ അസ്ഥിക്ക് പഴുപ്പ് ബാധിക്കുകയും പഴുപ്പ് ബാധിച്ച ഭാഗം മുറിച്ചു കളയുകയും അതോടൊപ്പം പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും ചെയ്തു. വീണ്ടും ഒരു സർജറി കൂടി ചെയ്യേണ്ടതുണ്ടെന്ന് ഡോക്ടർമാർ അറിയിച്ചു. ഇതിനിടെ ഭാര്യ രജിതയ്ക്ക് കിഡ്നിയിൽ പഴുപ്പ് ബാധിക്കുകയും ചികിത്സകൾ ആരംഭിക്കുകയും ചെയ്തു. കൂടുതൽ സമയം ഇരിക്കുന്നതിൻ്റെ ഫലമായിട്ട് മുറിവായി, കാലിൻ്റെ പിൻഭാഗത്ത് മുറിവായിട്ട് ആദ്യം ഒരു സർജറി ചെയ്തു. കുറേ ചികിത്സ ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് ആസ്റ്റർ മിംസിൽ നിന്നൊരു സർജറി ചെയ്തു. അതിൽ ഉണങ്ങി 2 കൊല്ലത്തേക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ അതേ മുറിവായി വീണ്ടും 2 വർഷത്തോളം അതുകൊണ്ട് നടന്നു. പിന്നെ ഒരു ട്രീറ്റ്മെൻറ്റ് ഫലിക്കാതെയായി. അങ്ങനെയാണ് ഇപ്പോൾ മംഗലാപുരം ഹൈലാൻഡ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോയത്. ഒരു സർജറി കഴിഞ്ഞു. അസ്ഥി കട്ട് ചെയ്തിട്ട് പ്ലാസ്റ്റിക് സർജറി ചെയ്യണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ 2 മുറിവുണ്ടായിരുന്നു. അതിൽ ചെറിയ മുറിവ് സ്റ്റിച്ചിട്ടതായിരുന്നു. അത് ഈ ഒരു ഇത് കഴിഞ്ഞ് വന്ന ഒരു ചെറിയ അസുഖത്തിനിടെ, പനിയും ഒക്കെ ആയിട്ട് വന്ന അസുഖത്തിനിടെ അതിൻ്റെ ഉണങ്ങിയ ഭാഗം തന്നെ സ്റ്റിച്ച് വിട്ടുപോയി. പിന്നീട് അതൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മുറിവാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. അതിനിടയിൽ വൈഫിന് കിഡ്നിക്ക് ബ്ലോക്ക് വന്ന് 2 കൊല്ലം മുമ്പ് ഒരു ട്രിപ്പ് കഴിഞ്ഞു. 3 മാസം സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 2 ആഴ്ച മുമ്പ് വീണ്ടും അതുപോലെ തന്നെ വന്ന് കിഡ്നിക്ക് സ്റ്റെൻറ്റ് ഇട്ടിട്ട് നടക്കുകയാണ്. അപ്പോൾ 2 കൂടെ ചികിത്സയാണ് നടക്കേണ്ടത്. ഇപ്പോൾ 2 ആളുടെയും കൂടി ട്രീറ്റ്മെന്റിനായി 5 ലക്ഷത്തോളം തുക ചികിത്സയ്ക്ക് ആവശ്യമാണ്. കൂടാതെ മുൻ ചികിത്സകൾക്കായി കടമെടുത്തതും കൂട്ടി 8 ലക്ഷത്തോളം തുക ഉണ്ടാക്കേണ്ടതുണ്ട്. ചികിത്സാ ധനസമാഹരണാർത്ഥം സമീപവാസികൾ ചേർന്ന് രാജീവൻ ആൻഡ് രജിത ചികിത്സാ സഹായ സമിതി എന്ന പേരിൽ സഹായ സമിതി രൂപീകരിച്ച് ഫണ്ട് സമാഹരണം ആരംഭിച്ചു. സുമനസ്സുകളായ വ്യക്തികളിൽ നിന്നും സാമ്പത്തിക സഹായം അഭ്യർത്ഥിക്കുന്നു. 2510106742 എന്നതാണ് അക്കൗണ്ട് നമ്പർ. CNRB 002506 IFSC കോഡ്. തളിപ്പറമ്പ ബ്രാഞ്ച്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.